സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് കേരളത്തിലെ ബാറുകളുടെ എണ്ണം 28-ൽ നിന്നും 900-ലേക്ക് എത്തിച്ചത് പിണറായി സർക്കാരാണെന്നും ഇപ്പോൾ വീര്യം കുറഞ്ഞ ചിലതരം മദ്യത്തിന്റെ ടാക്സ് കുറച്ചപ്പോൾ അതിനെ എതിർക്കുന്നത് ഇരട്ടത്താപ്പ് ആണെന്നും ഒക്കെയുള്ളത്. ഇതിനൊരു വ്യക്തമായ മറുപടി നൽകുകയാണ് മുൻ എക്സൈസ് മന്ത്രി ശ്രീ MB രാജേഷ്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ ബാറുകൾ പൂട്ടിയെന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കഥ മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികൾ പറഞ്ഞു നടക്കുന്ന ഇത്തരം കള്ളങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ പറയുന്ന നിലയിലേക്ക് എത്തിയത് വളരെ കഷ്ടമാണെന്നും അദ്ദേഹം വിവരിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാനത്ത് 748 ബാർ ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് അബ്കാരി നയത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ കാരണം ബാർ കോഴ ആരോപണം തന്നെയായിരുന്നു. കൂടാതെ കപട മദ്യവിരോധി VM സുധീരനുമായുള്ള കടുത്ത രാഷ്ട്രീയ പോരാട്ടവും നടക്കുന്നുണ്ടായിരുന്നു. 5 സ്റ്റാർ അംഗീകാരമുള്ള 29 ബാർ ലൈസൻസുകൾ ഒഴികെയുള്ളവ അന്ന് റദ്ദാക്കിയത് വെറും വാശിയുടെ പുറത്താണെന്നും അത് സുധീരനെ തോൽപ്പിക്കാൻ ഗത്യന്തരമില്ലാതെ ഉമ്മൻചാണ്ടി ചെയ്തൊരു കാര്യമാണെന്നും MB രാജേഷ് ആരോപിക്കുന്നു. ഈ പറഞ്ഞ ബാർ ലൈസൻസുകൾ റദ്ദാക്കിയെങ്കിലും അതൊന്നും അടച്ചുപൂട്ടിയിരുന്നില്ല. ഇങ്ങനെ ലൈസൻസ് നഷ്ടപ്പെട്ട എല്ലാ ബാറുകൾക്കും ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ അഴിമതി ആരോപണത്തിൽ നിന്നും തടിയൂരുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ 813 ബിയർ വൈൻ പാർലറുകളും 306 ബെവ്കോ ഔട്ട്ലെറ്റുകളും സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. LDF ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബിയർ വൈൻ പാർലറുകളാക്കി മാറ്റിയ ഈ ബാറുകൾക്ക് അവർ 3 സ്റ്റാർ നിലവാരം കൈവരിച്ചപ്പോൾ ലൈസൻസ് പുതുക്കി നൽകുക മാത്രമായിരുന്നു. ഇതൊരു നിയമപരമായ ബാധ്യതയായിരുന്നു എന്നും അല്ലാതെ പുതിയ ബാറുകൾ വാരിക്കോരി നൽകിയത് അല്ലെന്നും രാജേഷ് വ്യക്തമായി പറയുന്നു. അതായത് 10 വർഷം മുമ്പ് 813 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 896 മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം കണക്കുകൾ സഹിതം വിവരിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അന്ന് എല്ലാം പൂട്ടി ഇപ്പോഴെല്ലാം തുറന്നു എന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നും MB രാജേഷ് പറയുന്നു. നേരത്തെ ബാറുകളുടെ എണ്ണം 28-ൽ നിന്നും 900-ലധികം ആക്കി മാറ്റിയവരാണ് തങ്ങളോട് മദ്യം വ്യാപിപ്പിക്കരുത് എന്ന് പറയുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്നാണ് മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണെന്ന് ഉപദേശിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ആ പരിഹാസത്തിനാണ് MB രാജേഷ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. മദ്യത്തിനുള്ള നികുതി ഇളവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉയർന്ന വാദപ്രതിവാദങ്ങൾക്ക് പിന്നാലെയാണ് മുൻ മന്ത്രിയുടെ ഈ പ്രതികരണം. അന്നത്തെ UDF മദ്യനയം കാരണം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും സംസ്ഥാനത്തിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാകുകയും ചെയ്തതല്ലാതെ മദ്യവർജനം നടപ്പായില്ലെന്നാണ് MB രാജേഷ് ആരോപിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾ പടച്ചുവിടുന്ന ഇത്തരം വ്യാജ കഥകൾ ഇപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ആവർത്തിക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചത് വളരെ കഷ്ടമാണെന്നും MB രാജേഷ് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു.